കൾച്ചറൽ കോൺഗ്രസിൽ ശ്രദ്ധയാകർഷിച്ച കരകൗശലമേള എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് കരവിരുതിനാൽ അത്ഭുതം തീർക്കുന്നവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൈത്തറി വസ്ത്രങ്ങളും മാന്നാർ ഓട്ടുപാത്രങ്ങളും നന്ദികേശ ശിരസുമെല്ലാം നിർമ്മിക്കുന്നത് തത്സമയം കാണാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ഈ പന്തലിലെത്തിയാൽ ആദ്യം നമ്മളെ സ്വീകരിക്കുക ഈ മനോഹരമായ കഥകളി ശില്പമാണ്. അകത്തേക്ക് കയറിയാൽ കാണാം കല്ലിലും വസ്ത്രത്തിലും ലോഹത്തിലും തീർത്ത കുഞ്ഞു കഥകളി രൂപങ്ങൾ. പച്ചയും കത്തിയും താടിയുമെല്ലാം ഇങ്ങനെ കൊത്തിയെടുത്ത കരവിരുത് പാലക്കാട് വെള്ളിനേഴിക്കാരൻ ഉണ്ണിയുടേതാണ്. കൾച്ചറൽ കോൺഗ്രസിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ പാരമ്പര്യ കഥകളി കോപ്പ് നിർമ്മാണക്കാരനായ ഉണ്ണിക്ക് വലിയ സന്തോഷം. സംശയമില്ല, ഇത് ധാരാളം ആളുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക് കഥകളി കോപ്പുകൾ മാത്രമല്ല, ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറയാം, നെയ്ത്തുണ്ട്, മൺപാത്ര നിർമ്മാണമുണ്ട്, വാൽക്കണ്ണാടി നിർമ്മാണമുണ്ട്. ഇതെല്ലാം സാധാരണ ജനങ്ങൾക്ക് അറിയാനും പരിചയപ്പെടാനും കഴിയുന്ന ഒരു പ്രധാന വേദിയായിട്ട് മാറിയിട്ടുണ്ട്. തൊട്ടടുത്ത് നന്ദികേശ ശിരസ് തത്സമയം കൊത്തിയെടുക്കുകയാണ് സ്നേഹ. ഈ രംഗത്ത് റെക്കോർഡ് നേട്ടം കൈവരിച്ച കലാകാരി കൂടിയാണ് സ്നേഹ. ആദ്യം മുഖത്തെഴുത്തായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ഇപ്പോൾ ശില്പിയായി. എനിക്ക് ആദ്യ വനിതാ ശില്പിക്കുള്ള വേൾഡ് റെക്കോർഡ്, അങ്ങനെ 10ഓളം അവാർഡുകൾ ലഭിച്ചു. ആദ്യമായിട്ട് ഞാനിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ആറന്മുള കണ്ണാടിയും കൈത്തറി വസ്ത്രങ്ങളും മാന്നാർ ഓട്ടുപാത്രങ്ങളുമെല്ലാം തത്സമയം നിർമ്മിച്ച് പ്രദർശിപ്പിക്കുന്നുണ്ട് ഇവിടെ. സാംസ്കാരിക വകുപ്പിന് കീഴിൽ വാസ്തുവിദ്യാ ഗുരുകുലം നിർവഹണ ഏജൻസിയായ ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയിലെ കലാകാരന്മാരുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് കൾച്ചറൽ കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കരകൗശലമേളയുടെ പ്രദർശനം. കൈരളി ന്യൂസ്, കൊച്ചി.